CBSE ഔദ്യോഗിക വെബ്സൈറ്റിലെ തകരാറിൽ ധനമന്ത്രാലയത്തിന്റെ പിന്തുണ തേടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിനായി പൊതുമേഖലാ ബാങ്കുകളുടെ സഹായവും തേടി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് ഈവനിംഗ്. ഈ വിദ്യാർത്ഥികൾ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് ഈ പുനർമൂല്യനിർണ്ണയം സാധ്യമല്ലാതെ വരുന്നു. പേയ്മെന്റ് ഗേറ്റ്വേകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും ഒക്കെ മറ്റു ബാങ്കുകളുടെയും ഒക്കെ സഹായം തേടിയിട്ടുണ്ടല്ലോ. ഏത് രീതിയിലായിരിക്കും ഒരു പ്രശ്നപരിഹാരം? കൃഷ്ണ അമൃത, പ്രധാനമായിട്ടും ഈ CBSEയുടെ 12ാം +2 പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത്തരമൊരു തകരാറ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉത്തര കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ വിദ്യാർത്ഥികൾ അതിനായി ഈ ഓൺലൈനായിട്ട് അപേക്ഷിച്ച ഘട്ടത്തിലാണ് പലതരത്തിലുള്ള പേയ്മെന്റ് ഇഷ്യൂകൾ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇതിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കാകട്ടെ ശരിയായ പകർപ്പുകളല്ല ലഭിച്ചതും. അപ്പോൾ അത്തരം വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഈ റീഫണ്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തി നിന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ധനമന്ത്രാലയത്തിന്റെ ഒരു സഹായം ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഈ നടത്തിയ സംഭാഷണത്തിൽ ഉണ്ടായത്. അതിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു പിന്തുണ കൂടി തേടുകയുണ്ടായി. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നിവർ സഹായിക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രാലയം കടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തകരാറിന്റെ കാരണം എന്താണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു വിശദീകരണം CBSEയോടും വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ മന്ത്രാലയം അറിയിച്ചതാണ്. മാത്രമല്ല, ഇതിൽ നിലവിൽ മുൻഗണന നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്രം. കൃഷ്ണ, അമൃത. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.